ചായ. ഇതെത്ര പഴംപൊരിയാ? അത് 11 എല്ലാവർക്കും ഉണ്ടാവും. പഴംപൊരി അമ്മയ്ക്ക് കിച്ച് പിടിച്ചു കേട്ടോ, പനി പിടിച്ചു. എല്ലാവരും കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തുടങ്ങിയിട്ട് 3-4 ദിവസമായിട്ടോ. എന്നാലേ ഡോക്ടർ കണ്ടു. ഇതേട്ടന് ചായയും പഴംപൊരിയും. ചോറ് വയ്ക്കണം. ഇന്ന് കൂട്ടാൻ മുരിങ്ങടലി ഇല്ലല്ലോ, കഴിഞ്ഞില്ലേ? എന്താ കൂട്ടാൻ വയ്ക്കുക? കൂട്ടാൻ വെച്ചാൽ എന്താണെന്നറിയോ, ആർക്കും വേണ്ട. തേങ്ങ പരിപ്പ് കൂട്ടിയിട്ട് ചന്തിയാളെ കൂടി അയ്യാറുണ്ട്. അങ്ങനെ വെച്ച് എന്തേലും അത് വേണ്ട. അത്ര കേക്ക് കഴിക്കാം. ഇന്നലെ കൊണ്ടുപോയി. കുഞ്ഞുണ്ണിയേ കുട്ടിക്ക് വേണ്ടേ ചായക്കടി? കുഞ്ഞനും വന്നിട്ടുണ്ട്. സുഗന്യയും പൊന്നൂസും. ഇതെന്താ നോക്കി നോക്കി കൊണ്ടുവരണേ? അച്ഛൻ എന്താ കൊണ്ടുവന്ന നോക്കടാ. ചായയും ഇതെന്താ ചായക്ക് കൊണ്ടുവന്ന നോക്കി നോക്ക്. ഇന്ന് ചോറും വെക്കണം, കൂട്ടാനും വെക്കണം കേട്ടോ. കൂട്ടാൻ പിന്നെ എന്തെങ്കിലും ഒരു പുളി ആയാലും കുഴപ്പമില്ല അല്ലേ? ഇനി നാളെ മോരെന്തേലും വാങ്ങിക്കൊണ്ടെന്ന് മോര് കൂട്ടാൻ വയ്ക്കാം. ഇനി പച്ചക്കറി മാത്രമേ തിന്നാൻ പറ്റുള്ളൂ കുറച്ച് ദിവസം. എന്താ ഏട്ടന് ചുമ ചെയ്തും കൊണ്ടില്ലേ, മോരാണ് വെച്ചാലും കൂട്ടാൻ പറ്റില്ല കേട്ടോ. ബുധനാഴ്ച ഇവർ മാലയിടുകയാണേ. ഇവിടെ തിച്ചു എന്ന് തുടങ്ങിയാന്നറിയോ മലയ്ക്ക് പോകാൻ? എന്നാ മാലയിടുക സമയം വൈകിയില്ലമ്മ ശരിക്ക്. ഒരുപാട് നോമ്പ് കിട്ടില്ല കേട്ടോ. ചായ വേണ്ടേ? ഇന്നലെ അവര് എക്സിബിഷന് പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയതാട്ടോ. നല്ല തിരക്കാത്രയാ. നല്ല രസമുണ്ട് ഇത്ര കാണാൻ. പിന്നെ രസമില്ലാതിരിക്കുമല്ലോ ഏട്ടാ? നല്ല രസമുണ്ട്, നല്ല പൈസയും പോവും. അതന്നെ കയറാൻ 120. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറാൻ 120. പിന്നെ വേറെ കയറാൻ 150. അത് ഒരാൾക്ക്. അതിന് വേറെ പൈസയും കൊടുക്കണം. പൈസ എത്ര ഗാനം വേണം? 10,000 ഉറുപ്പ്യ കൊണ്ട് പോകണല്ലേ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ? എവിടെങ്കിലും വെള്ളം മാത്രം കണ്ടിട്ട് വരെ പോയിട്ട്. അമ്മ കവ കണ്ടിട്ടില്ലല്ലോ. മലമ്പുഴയുടെ സൈഡിൽ നമുക്ക് ഒരു ദിവസം പോകട്ടമ്മ. അതിന് ഞാൻ അമ്മയുടെ അടുത്ത് പറയാണ്, അമ്മ അവിടെ വന്ന് കിടക്കാൻ പറയാണ് പുതിയ വീട്ടിൽ. ഇങ്ങോട്ട് പോവാ. എന്താ ഏട്ടാ, അവിടെ ഒരു കട്ടിലും കൂടി ഉണ്ടാക്കണം അല്ലേ? അവർക്ക് അവിടുത്തെ പണിയും തീരാണ്ട്. പിന്നെ പിന്നെ അമ്മ ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ അല്ലേ ഇപ്പൊ വരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത്ര കാലം കണ്ടോക്കണം എവിടെയെങ്കിലും കേട്ടാ? അപ്പൊ പിന്നെ ഓട്ടോയോ ഉള്ളതിൽ മടിയിലൊക്കെ കയറി കിട്ടോ. പിന്നെ അച്ഛല്ലേ താഴെ നമ്മൾ കാല് വയ്ക്കില്ലേ, അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കിച്ചു ഇരിക്കും. അങ്ങനെ ഇരിക്കും കേട്ടോ. ആദ്യമൊക്കെ ഡിക്കിയിലൊക്കെ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോകില്ലേ. ഇപ്പം അങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കേസാവും പറഞ്ഞ് പേടിച്ചിട്ടേ ചെയ്യില്ല. ചാത്തപ്പനെ കണ്ടോ? കുറേ ദിവസമായില്ലേ നിങ്ങൾ ചാത്തപ്പനെ കാണാതിരിക്കണോ? ചാത്തപ്പോ ചാത്തപ്പാ എത്തി നോക്കണ്ട്. നോക്ക് നിങ്ങൾ പോണ കേട്ടോ. പിന്നെ കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ വേണ്ട. അതന്നെ അമ്മ ഒത്തൊരുമിച്ച് ഒരേ വീട്ടിലിരിക്കണതിൻ്റെ ഗുണമാണത്. അല്ലെങ്കിൽ അച്ഛമ്മമാരോടും അച്ചച്ചന്മാരോടോ അല്ലെങ്കിൽ വേറുള്ളവരോടും പറയാണ്ട് എത്ര ആൾക്കാർ പോകുന്നുണ്ട്, സ്വന്തം കാര്യം നോക്കിയിട്ട് പോണില്ലേ അല്ലേട്ടാ? അപ്പം അതാണ്. അച്ഛനും അമ്മ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ പോയിട്ട് അച്ഛമ്മ നീക്കി പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാവുക. അപ്പോൾ അവിടെ AC വെച്ചിട്ട് ആ റൂമിലില്ലേ. അപ്പോൾ അമ്മയും കുട്ടികളും കിടക്കുക വെച്ചാൽ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ കിടക്കണ റൂമിൽ വെച്ചത് കേട്ടോ. അപ്പോൾ അതിൽ ഒരു കട്ടിലുണ്ടാക്കണം.
അത് കഴിഞ്ഞിട്ട് അവിടെ ഇന്നലെ അച്ഛ പറയണു അച്ഛമ്മയാണ് എ സിയിൽ കിടക്കാത്തത്. അച്ഛമ്മയ്ക്ക് എ സി കിടക്കാൻ കട്ടിലുണ്ടാക്കണം എന്ന്. അപ്പോൾ അത് കുട്ടികൾക്ക് അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ച് അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും അല്ലേ. അതങ്ങനെ തന്നെ. ചില കുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും അറിയില്ല, ചിലവർക്ക് പെട്ടെന്ന് അത് അങ്ങനെ മനസ്സിലാവും. ഇപ്പം നമ്മുടെ അമ്മുട്ടിയില്ലേ, ഇപ്പം ഇങ്ങനെ പുതിയ വീടായി, ഇപ്പം എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ആ വീട്ടിൽ പറഞ്ഞിട്ടാ. പക്ഷെ ഒരു ദിവസം കൂടി ആ കുട്ടി അതിൽ വന്ന് കിടന്നിട്ടില്ല. നമുക്ക് ഭയങ്കര വിഷമാട്ടോ. അത്രയും നമ്മൾ വീട് കയറ്റി, അതാണ് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് പറിച്ച് നടന്ന പോലെ എല്ലാവരും ചോദിക്കും എന്താ നിങ്ങൾ അവിടെ ഇരിക്കാത്തത്, എന്താ ഒരു പറിച്ച് നടന്ന പോലെ ഇപ്പോൾ നമുക്ക് പറ്റാനില്ല, എന്താ അല്ലമ്മ ചെയ്യുക. പെട്ടെന്ന് അങ്ങോട്ടൊരു ഞങ്ങൾ സത്യം പറയാച്ചല്ലേ അവിടേക്ക് എന്താ ഇന്നലെ അല്ലേ ചോറ് വയ്ക്കുന്ന ചെമ്പൊക്കെ മിഞ്ഞാനാണ് കേട്ടോ. ഞാനും അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ പോലെ തോന്നി. എന്താച്ചാ വീട് നിറയെ കിടന്നിട്ട് ആരും ഇല്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ കിടന്നിട്ട് ഉറക്കം വരാണ്ട് പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഉറക്കം 2 നേരം ആകുമ്പോഴേക്കും തടി വന്നു. എന്താ എപ്പോഴും നമ്മൾ അമ്മ അടക്കണ റൂം കഴിഞ്ഞാൽ അപ്പുറത്ത് ഞങ്ങളുണ്ടാവും. പിന്നെ അവിടെ കിടക്കാതിരിക്കാനും പാടില്ല പറയുമ്പോൾ അവിടെയും പോയി കിടക്കും. കഴിഞ്ഞ പ്രാവശ്യം സതിയേട്ടൻ പോയപ്പോൾ ഞങ്ങളിവിടെ കിടന്നു കേട്ടാ. പിന്നെ ആകെ എല്ലാവർക്കും ഒരു പെട്ടെന്നില്ല ഒരു പറിച്ച് നടലൊരു വിഷമമാണ്. പക്ഷെ എന്തായാലും നമുക്ക് വീട് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ വീടിനെ പട്ടിണിക്ക് ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിന് ഇനി കുറച്ച് നമ്മളൊന്നും മതിക്ക് വേണ്ടിയിട്ടൊരു സാധനങ്ങൾ വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. പലചരക്ക് സാധനങ്ങളോ ഒന്നും, ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിച്ചിട്ടില്ല അതിൽ. ആകെ ചെയ്യുക ചുക്കുവെള്ളം മാത്രമാണ്. ഇന്നേ വരെ ചായയും കൂടി വെച്ചിട്ടില്ല. ചുക്കുവെള്ളം ദിവസം ചുക്കുവെള്ളം തിളപ്പിക്കും കേട്ടോ. അതന്നെ ആരെങ്കിലും വരിക വെച്ചാലും കൂടി നമ്മളിവിടെ ചായയോ അല്ലെങ്കിൽ വെള്ളം ഇവിടെ കലക്കിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ നമ്മൾ ടി വി വാങ്ങിയിട്ടോ കാണിച്ചു തരാം. ടി വി വാങ്ങി ടി വി ഇന്ന് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല കേട്ടോ. അത് നമ്മൾ ടി വി വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ടി വി എന്താ പറഞ്ഞു വെച്ചാൽ എന്താ കുട്ടികളുടെ ഇനിയിപ്പോൾ അവിടെ കുട്ടികളെ എത്ര നേരം കാണാൻ പോവോ ഒന്നും അറിയില്ല. ഇന്നിപ്പോൾ പോയി അച്ചു അവിടെ പോയെന്ന് കണ്ട് പഠിക്ക് വന്നു. ഇതൊന്നും വെച്ചിട്ടില്ല. ഡിഷ് DTH ഒക്കെ എടുത്തിട്ട് കൊച്ചു ടി വി വെച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും വന്നിരുന്നോളും. അത് എവിടെ വെച്ചാലും ആളുണ്ടാവും. വേറെ ഒന്നും വെക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരിടത്ത് കൊച്ചു ടി വി ഓടുമ്പോൾ ഒരിടത്ത് സീരിയൽ കാണാമല്ലോ സമാധാനമായിട്ട്. അവിടെ നിറഞ്ഞു കാണാം സീരിയൽ. എന്താ ഓരോ അമ്മയ്ക്കാണ് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് നേരം സീരിയൽ കാണണം. ഇവിടെ ആകുമ്പോൾ എന്താ കുട്ടികളുടെ അടിയും പിടിക്കണം. കുറച്ച് നേരം വെക്കടാ പറഞ്ഞിട്ട്. ഇനി നമുക്കൊരു ഫ്രിഡ്ജും കൂടി വാങ്ങണം കേട്ടോ. ഫ്രിഡ്ജ് എന്താ ഇതൊക്കെ വാങ്ങാനുള്ള എന്താ പൈസ നമുക്ക് പ്രസൻറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ അനിയന്മാരും അമ്മാവൻ്റെ മക്കളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പൈസ തന്നിട്ടുണ്ടെന്നല്ല, അവരന്ന് വാങ്ങിക്കൊണ്ടുവരേണ്ടത്. അപ്പോൾ വേണ്ട പറയുകൊണ്ട് അന്ന് വാങ്ങാതിരുന്ന എപ്പോഴും എത്തിയിട്ടുണ്ടാവും. അല്ല ഇല്ലെങ്കിൽ 2-3 ഫ്രിഡ്ജൊക്കെ തന്നെയായിരുന്നു എല്ലാവരും മനസ്സിൽ. ഫ്രിഡ്ജ് അതിപ്പോൾ ഒരാൾ ഫ്രിഡ്ജ് വാങ്ങാന്ന് പറഞ്ഞാൽ അടുത്ത ആൾ ടി വി വാങ്ങാം. അപ്പോൾ ആരോടും വേണ്ടാന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാ. ഫംഗ്ഷന് പൈസ എത്രയാവുന്ന കൃത്യമായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ ബാക്കി വരികയാണെങ്കിൽ അപ്പോൾ വാങ്ങാനോ എന്ന് വെച്ചാ അങ്ങോട്ട് ഇപ്പോൾ എന്തായി അത്യാവശ്യം വേണ്ടതൊക്കെ വാങ്ങാനായില്ലേ? എല്ലാ കാര്യങ്ങളും നടന്നില്ലേ? എല്ലാ കാര്യങ്ങളും നടന്നു. ഇനി ഇത് വാങ്ങണല്ലേ. ഒരു മധുരമില്ല പഴംപൊരിക്ക്. ചില പഴംപൊരി നല്ല മധുരം ഉണ്ടാവില്ലേ അമ്മ? പഴുക്കാത്ത പഴമായിട്ടുണ്ട്. നല്ല പഴുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കേക്കുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. എന്താ അപ്പോൾ ഇനി സുകന്യ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കട്ടോ സുകന്യ വരുള്ളൂ. ബുധനാഴ്ച മലക്കിമാലിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇതായിട്ട്. അപ്പോൾ ഇനി സാധനങ്ങൾ മലക്കിമാല ഇടുന്നതിൻ്റെ മുമ്പേ കുറച്ച് സാധനങ്ങൾ ഇവിടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അല്ലമ്മ. അതിൽ ഇറച്ചി അധികം ഉണ്ടാക്കാൻ അധികം എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ മുളക് മഞ്ഞൾ പൊടിപ്പിച്ചത് നല്ല ലാഭമാട്ടോ. ചെയ്യാച്ച എല്ലാവരും അത് ചെയ്തോളുണ്ടോ. 1 കിലോ മഞ്ഞൾ വാങ്ങി പൊടിപ്പിച്ച് കഴിഞ്ഞ് വെച്ചാൽ ഒരു വർഷം എത്തൂലേ. നമ്മളൊരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി വാങ്ങിക്കഴിഞ്ഞ് വെച്ചാൽ അത് എന്തൊക്കെ കൂട്ടുകളുണ്ടോയെന്നൊന്നും അറിയില്ല. ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ മഞ്ഞൾ കിട്ടും കേട്ടോ. പലചരക്ക് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞൾ കിട്ടും. ഞങ്ങളിപ്പോൾ മഞ്ഞൾ വാങ്ങിയിട്ട് എങ്ങനെ പോയാലും 1.5 കൊല്ലമൊക്കെ ഉണ്ടാവില്ലമ്മ.
ഓരോ നുള്ളല്ലേ ഏ ഓരോ നുള്ളിട്ടാ മതി. നല്ല മഞ്ഞളാ അല്ലേ? നമ്മൾ അതിൽ ഇത് എടുത്തിട്ട് നല്ല മഞ്ഞൾ നല്ല അതെ. ഞാനാണ് സാധനം വാങ്ങുമ്പോൾ ഇല്ലേ എന്തങ്ങനെ നോക്കുകയില്ല എടുക്കുന്നത്. ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടി അതിൻ്റെ ഉള്ളിലുണ്ട്. അത് പിന്നെ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി അപ്പോൾ തുണികളെടുത്തിട്ട് വന്നാ നാളെ എന്താ അമ്മായി വരുമ്പോൾ അമ്മായി കുട്ടികളും ഡ്രസ്സും ഇല്ലേ രണ്ടുപേർക്കമ്മേ നൂൽപുട്ടുണ്ടാക്കിയാൽ എന്താ അതിന് കറി ഉണ്ടാക്കുക? എന്താ മുട്ടയൊന്നും ഉണ്ടാക്കാനും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ മുട്ട ഇല്ലെങ്കിൽ നൂൽപുട്ട് ഉണ്ടാക്കിയാൽ മതി. നൂൽപുട്ട് ഉണ്ടാക്കാമ്മ. ചട്നി ഉണ്ടാക്കിക്കോ. ഇനി ഉണ്ടോ പൊടിയില്ലേ? ചട്നി ഉണ്ടാക്കി മതിയോ? ദാ ഇത് കണ്ടോ നമ്മള് പുള്ളിമാനെ പോലെ ഇത് തീരെ കനല്ലല്ലോ അല്ലേ? ഇതാണ്ടോ കണ്ടില്ലേ? ഇതൊന്ന് ഇത് ആരുടെ? അതൊന്ന് ഇട്ടിട്ട് വായച്ചു വെക്ക മേലെ കഴിച്ചിടാന്ന്. ഇതാ പിന്നെ ഇത് കണ്ടോ? ഇതിന്റെ നല്ല ലൂസായിരിക്കില്ല ഇത് നല്ല ലൂസായിരിക്കും. അതെ അമ്മൂന് ലൂസാട്ടോ ഇഷ്ടം. ഇതാണ്ടോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്തല്ലാതെ വീട്ടിലിടാനുള്ള തുണിയാണ് കേട്ടോ അത്. ഇതിനധികം വിലയൊന്നുമില്ല. 2 എല്ലാം എടുത്തത്. ഇനിയിപ്പോൾ അമ്മു വന്നു കഴിഞ്ഞാൽ കണ്ടോ ഡ്രസ്സല്ലേ മൈ കളറ് പോളിസ്റ്റർ. അത് അമ്മു അല്ലേ? അമ്മു എന്തെങ്കിലും ചെയ്തോളൂ. ഇത് അച്ചുവിൻ്റെ അല്ലേ? ഇത് പക്ഷെ എന്താ ചളിയൊക്കെ വേഗം ജാളിയൊക്കെ ഏതിലായാലും അറിയും. എന്താണ്ടോ ഏത് അതല്ലേ? ഇത് 4 എണ്ണം വാങ്ങിയതാണ് കേട്ടോ. ഇവർക്ക് മാറ്റി മാറ്റി ഇടുകയും ചെയ്യാലോ പറഞ്ഞ വീട്ടിൽ. ഇപ്പോൾ ഉണ്ണിപ്പെണ്ണിന് എടുത്തിരുന്നു. ഫസ്റ്റ് ഞാൻ എടുത്ത് കേട്ടോ. ഞാൻ എടുത്തിട്ട് നിങ്ങളത് ഇട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇടാറുണ്ട് കേട്ടോ അങ്ങനത്തെ. അന്നൊരു വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ? അപ്പോൾ അത് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി. നല്ല രസമുണ്ട്. പക്ഷേ അത് വീഡിയോയിൽ ഇട്ട് കാണാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പണി കഴിഞ്ഞാ അപ്പോൾ വീഡിയോയിൽ ഇട്ട് കാണിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇങ്ങനെ മടിയൊക്കെ മാറി വരുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മൾ വർക്കൗട്ടിനൊക്കെ പോകുമ്പോൾ ബനിയനും പാൻറ്റും ആണല്ലോ ഇടാറുള്ളത്. അപ്പം അങ്ങനെ ആദ്യം കടയ്ക്ക് അവിടെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. ആ കടയ്ക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. നമ്മൾ അതിട്ടിട്ട് കുറച്ച് ആ കടയ്ക്ക് പോകുമ്പോൾ ഭയങ്കര മടി തോന്നിയതോ. ഇപ്പോൾ പിന്നല്ലേ എല്ലാവരും എൻ്റെ കൂടെ വരുന്നവരൊക്കെ അമ്മ ഇതെന്തമ്മതിന് എവിടെയെങ്കിലും കാണിക്കാതിരുന്നാ പോരെ? ആ ഡ്രസ്സൊന്ന് നോക്ക്. അമ്മയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ചന്തണ്ടോ? നിന്റെ സെലക്ഷനാണേ. എങ്ങനെ ചന്തല്ലാതിരിക്കുക? നന്നായുള്ളൂന്ന്. 2 എൻ്റെ സെലക്ഷൻ. പാവട്ടെ എൻ്റെ കുട്ടി ട്രൗസർ ഇട്ടോട്ടല്ലേ? അപ്പുറത്തെ കൂടെ പൊക്ക വന്നാ ബിർക്കില്ലേ? 2 പാൻറ്റിൻ്റെ തുണിയുണ്ട്. ചെക്കന്മാർക്ക് 2 പേർക്ക് ട്രൗസർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഇത് സമയം ഇടാം. മറ്റേത് റെഡിമെയ്ഡ് കറുപ്പ് ട്രൗസറാണ് വെച്ചാൽ വേഗം കേട് വരില്ലമ്മ. ഒന്നിട്ട് വെക്ക്. ഏതാ ഇടണേ? ഇത് തുന്നല് വേഗം പറ്റില്ല. എൻ്റെ നല്ല രസമുണ്ട് കേട്ടോ. കറുപ്പിലൊരു ലവ് ചിഹ്നമായിട്ട്. സോഡാപ്പൊടി അല്ലോട്ടുണ്ട്. ഗ്യാസ് കയറിയോ? ഏട്ടൻ കഴിച്ചോ? ഞാനൊന്നും കഴിച്ചില്ലേ. അപ്പോഴേ നമ്മള് പൊള്ളച്ചിക്കണപ്പോൾ തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് വീഡിയോസുകളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേ ഒരു കാര്യം കൂടി പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ കൂട്ടുകാരിന്നൊരു ദിവസം ഒരു 107 104 കോൾ വന്നിട്ടുണ്ട് കേട്ടോ. അധികം പേര് എനിക്ക് അതും കൊണ്ട് വിളിക്കാൻ പറ്റണില്ല. വിളിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരാളെ വിളിച്ച് കഴിയുമ്പോഴേക്കും ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത ആളെ വിളിക്കുക. അപ്പോൾ വേറെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടക്കണില്ലേ.
ചിലവർ വിളിച്ച് തിരിച്ച് നമ്മൾ ഇന്നലെ പാലക്കാടൊക്കെ പോയപ്പോൾ തിരിച്ച് വിളിക്കുക വിചാരിച്ചു. ഈ ഇത്രയും കോളുകൾ വരുമ്പോൾ നമ്മൾ ഈ തിരിച്ച് വിളിക്കുക എന്ന് പറയുന്ന ആൾക്കാരുടെ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ച് വിളിക്കാനും പറ്റാറില്ല കേട്ടാ. എന്താണ് തീരുമാനം മാറി. അമ്മൂനാണ് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിയത് ആ ഡ്രസ്സ്. അമ്മൂന് അങ്ങനത്തെ ഡ്രസ്സുകൾ നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിരുന്നു. എന്താ ഫംഗ്ഷൻ എടുത്ത ഡ്രസ്സ് അത് അമ്മൂൻ്റെ ഇഷ്ടത്തിന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. അമ്മു സറാറ വേണമെന്ന് പറഞ്ഞിട്ട് അതുവരേക്ക് സറാറ എന്താന്നുള്ളത് അറിയായിരുന്നില്ല. അപ്പോൾ അമ്മു എന്താ ഞങ്ങൾക്ക് 3 ആൾക്കും ആ ഡ്രസ്സ് മതി പറഞ്ഞു. അത് നല്ല രസമുണ്ട് അല്ലേ അമ്മ? നന്നായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അവൾ പറഞ്ഞ പോലെ അടിച്ചു തന്നു. അതുകൊണ്ട് ഇനി അമ്മൂല്ലേ റെഡിമെയ്ഡ് വാങ്ങണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുണി എടുക്കുക അടിക്കുക, അവളുടെ ഇഷ്ടത്തിന് അടിക്കാലോ എന്ന്. തുണി ഇന്നലെ നീക്കിട്ടത് അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നൂല് ചുരുണ്ട് നിൽക്കുക. അതെ അത് സ്ഥിരിക്കണ്ടേ. തോട്ടെ 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 ഇതെന്താ കേട്ടാ ഇതെങ്ങനെ നോക്കട്ടെ. ഐ ഇനി അങ്ങ് ആ ഏട്ടാ ഇത് കളർ എങ്ങനെ? ഓ ഇനി എന്താ അടുത്തത്? വാള് 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 ഇരുട്ടത്ത് കണ്ടോ? ചന്തണ്ട് കേട്ടോ. വെറുതെ നീ ഉണ്ടാക്കണ്ട. ആ ഇതിന്റെ എയറോപ്ലെയിൻ എവിടെ? അവിടെ പല്ലിട്ട് പല്ലി വന്നു ഇവിടെ ഇങ്ങോട്ട് ഈ ഇങ്ങനെ കാട്ട്. അതൊന്ന് രാവിലെ തീറ്റപ്പോ പറഞ്ഞിട്ട് വാളിട്ടത് കരഞ്ഞതാണ്. ഇനി കിച്ചോട്ടം വന്നാൽ ഞങ്ങൾ ക്യാരം ബോർഡ് കളിക്കട്ടോ. കുറച്ച് നേരം ക്യാരം ബോർഡ് കളിക്കും, ലുഡോ കളിക്കില്ലേ? കളിക്കണ്ടേ? അത് വല്യമ്മ പറഞ്ഞേരേ കേട്ടോ. എന്ത് അടിപൊളി നന്നായി. എന്താ വെക്കേ ആ സന്തോഷായില്ലേ? ഇനി എന്താ? ആ ക്യാരം ബോർഡ് അതേപോലെ തന്നെ ലുഡോ കളിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ കഴിഞ്ഞില്ലേ, ജനുവരി ആയില്ലേ, ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ചിൽ കൊല്ലപ്പരീക്ഷയായി. ഈ മാസം അതെ അപ്പം മാർച്ചിൽ കഴിയോ? അപ്പം അമ്മൂനുള്ളത് ആയി. അമ്മ അതിൻ്റെ ടെൻഷനിലാവും ഇനി അല്ലേ? കുഞ്ഞുണ്ണിക്കും ഇതാ ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും അവൻ്റെയും കഴിഞ്ഞിട്ട് അവൻ്റെയും പൂട്ടും കേട്ടോ. ഈ അല്ലേ ഫെബ്രുവരി ആകുമ്പോൾ ധാര വാങ്ങി തന്നെന്ന് അമ്മൂമ്മ. എന്തയ്യോ ആ അപ്പോഴേ നമുക്ക് ടാറ്റ കൊടുത്താ. കൊറേ ദിവസമായില്ല എന്നെ കണ്ടിട്ട് വെച്ചക്കാ. കൊറേ ദിവസമായില്ല എന്നെ കണ്ടിട്ട് വെച്ചക്കാ. ഞാൻ കുഞ്ഞുണ്ണിയാണ് പറ. എന്നെ കണ്ടിട്ട് കൊറേ ദിവസമായില്ല വെച്ചക്കാ. ഓ ഇപ്പം അവനെ കളിക്കാനും കൂടുതലായിട്ടാ. എത്ര പേരാ വന്നതെന്നറിയോ? ഇന്നലെ ഞങ്ങള് പാലക്കാട് പോയപ്പോ ഒരു കൂട്ടര് വന്നിരുന്നു. അത്രയും സ്പീഡില്ലാത്ത വണ്ടിക്ക് വേണ്ടാന്ന് തലയിൽ നോക്കുമ്പോഴേ എന്തോ സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണേ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.